സ്വാഗതം. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഫുൾ ജാർ സോഡയാണ്. ഇപ്പൊ ടിക്ടോക്കിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ കട്ടക്ക് വൈറലായിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങളാന്ന് പറഞ്ഞാൽ ഇപ്പൊ അവസാനമായിട്ട് ഇടാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. നമ്മുടെ ഫുൾ ജാർ സോഡ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് പച്ചമുളക് വേണം. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് 3 പച്ചമുളകാണ്. പിന്നെ നമ്മുടെ മിൻ്റൊക്കെ അടിക്കാൻ ഉപയോഗിക്കണ കുറച്ച് മല്ലിയില വേണം. മല്ലിയില കുറച്ച് ആവശ്യമുള്ളൂ, അധികം ആവശ്യമില്ല. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യമുണ്ട്. മല്ലിയില പോലെ തന്നെ ഇഞ്ചിയും കുറച്ച് മതി. ഇപ്പം കാണിച്ച ഓരോന്നായിട്ട് ആ ഉരുളിയിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചാലും മതി. നന്നായിട്ട് വെണ്ണ പോലെ അരിഞ്ഞെടുക്കണം. പിന്നെ ഇഞ്ചിയും നന്നായിട്ട് ചതച്ച് കൊടുക്കുക. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒരു ബൗളിൽ എടുത്തു വെക്കണം. ഇനി അതുപോലെ തന്നെ മല്ലിയിലയും അതിലിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുളകും ഇഞ്ചിയും മല്ലിയിലയൊക്കെ നന്നായിട്ട് സൂപ്പറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന പോലെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെക്കുക. പിന്നെ നമ്മുടെ കസ്കസ് വെള്ളത്തിൽ കുതിർത്തി കുട്ടപ്പനായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫുൾ ജാർ സോഡ ഉണ്ടാക്കാൻ ആവശ്യമുള്ളതാണ്. പിന്നെ ഒരു ചെറിയ നാരങ്ങ ആവശ്യമുണ്ട്. പിന്നെ ഈ പാത്രത്തിൽ ഉപ്പാണ്. നമുക്ക് ഫുൾ ജാർ സോഡ ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യമുള്ള സംഭവമാണ് ഉപ്പ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് എടുക്കുക. പിന്നെ ഇത് ഷുഗർ സിറപ്പാണ്, നമ്മുടെ പഞ്ചസാര വെള്ളം. അത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ഫുൾ ജാർ സോഡയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട സോഡയാണ്. ഇതെന്തായാലും വേണം, എന്നാലാണ് ഫുൾ ജാർ സോഡ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കുഞ്ഞ് ഗ്ലാസ്, ഇത് എൻ്റെ കൈയുടെ ഇത്രേ ഉള്ളൂ, ചെറുതാണ്, പീക്കിരി ഗ്ലാസ്സാണ്. അതാണ് നമുക്ക് ആവശ്യം. ഒരു വലിയ ഗ്ലാസിൻ്റെ ഉള്ളിൽ അത് കിടക്കണം. പിന്നെ ഒരു ഏകദേശം ഇത്രയും വലിപ്പത്തിലുള്ളൊരു ഗ്ലാസ്. പിന്നെ നമ്മൾ അരച്ചു വെച്ച ഓരോന്നായിട്ട് ആ ഗ്ലാസ്സിലേക്ക് ഒരു സ്പൂൺ വെച്ച് ഇടാം. ഇപ്പം ഞങ്ങൾ മല്ലിയില ഒരു സ്പൂൺ ഇടാണ്. അതുപോലെ തന്നെ മുളകും ഒരു സ്പൂൺ ഇടുകയാണ്. ഇത് നമ്മുടെ ഇഞ്ചി, അതാ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ. ഇതെല്ലാം കൂടെ കൂട്ടി കലർത്തുമ്പോഴുള്ള ടേസ്റ്റാണ് ഫുൾ ജാർ സോഡയ്ക്ക് ഉള്ളത്. അടിപൊളിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടാം. ഈ ഉപ്പിടുമ്പോഴാണ് നമ്മുടെ ഫുൾ ജാർ സോഡ പതഞ്ഞു പൊങ്ങി വരുന്നത്. അപ്പം നമ്മളെ മനസ്സിലുള്ള സുഖമാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി നമ്മൾ നാരങ്ങ രണ്ടായിട്ട് ഒരു കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാം. ഇപ്പം ഞങ്ങൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കാം. നമ്മുടെ കസ്കസ് ആവശ്യത്തിനനുസരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂണാണ് ഇടുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. ഇനി ഷുഗർ സിറപ്പ് ആ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഗ്ലാസ് നിറച്ച് ഒഴിക്കുക, എന്നാലാണ് ആ വലിയ ഗ്ലാസ്സിലേക്ക് ഇത് മുങ്ങി കിടക്കുകയുള്ളൂ. ഇപ്പം ഞാനിത് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ എടുത്ത് പയ്യെ ഇളക്കി കൊടുക്കുകയാണ്. അധികം ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഫുൾ ജാർ സോഡയുടെ മേക്കിംഗ് പ്രൊസീജിയർ ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോഡ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഏകദേശം ഇത്രത്തോളം സോഡ ആവശ്യമുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് നോക്കാം. ഇപ്പൊ ഇതിങ്ങനെ പതിഞ്ഞു വരുമ്പോ തന്നെ കുടിക്കണം. നോമ്പ് ആരാണ് ഇപ്പൊ കുടിക്കാത്ത.
നോമ്പാറിന് സഹദ് മച്ചാനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാണ്. കുടിച്ചു നോക്ക്, അടിപൊളി സൂപ്പറാന്നൊക്കെ പറയുന്നത്. എന്തായാലും സൂപ്പറല്ലേ? അത് മച്ചാ കുടിച്ചു നോക്കിയിട്ട് അടിപൊളിയാന്നൊക്കെ പറയണ. ഞങ്ങൾക്ക് നോമ്പാറിന് ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് നോക്കി, എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾ ഇന്നലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾക്കായി ഈ കാണുന്ന ബട്ടൺമേൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇതിലും നല്ല വീഡിയോകളുമായി വീണ്ടും വരും. അതുവരേക്കും ക്യാമറ മച്ചാൻ സമീറിനൊപ്പം ഇറ്റ്സ് മീ സൽമാൻ സൈനിങ് ഔട്ട്.